ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തോട് വ്യത്യസ്ത രീതിയിലുള്ള ആളുകൾ വ്യത്യസ്ത രീതികളിൽ പ്രതികരിക്കുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ ശമര്യർ അവൻ്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഇതോട് ചേർന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 37-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. 36-37. ഭൂതഗ്രസ്തന് സൗഖ്യം വന്നത് എങ്ങനെയെന്ന് കണ്ടവരോട് അറിയിച്ചു. ഗരസേന്യ ദേശത്തിലെ ജനസമൂഹമെല്ലാം ഭയപരവശരായി തങ്ങളെ വിട്ടുപോകണം എന്നവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടക് കയറി മടങ്ങിപ്പോന്നു. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യ സ്ത്രീ 5 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച് പൊതുജനത്തെയും സമൂഹത്തെയും നേരിടുവാൻ ഉള്ള ആ ഒരു ലജ്ജാകരമായ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു സ്ത്രീ നട്ടുച്ച നേരത്ത് സുഖാറിലെ ഒരു കിണറ്റിനരികിലേക്ക് വെള്ളം കോരുവാൻ കടന്നു വരുന്ന സംഭവമാണ് വിവരിച്ചിരിക്കുന്നത്. ആ കിണറ്റുകരയിൽ അവളെ നോക്കി യേശു കർത്താവ് അവിടെ കാത്തിരിക്കുന്നു. അവളോട് ഇടപെട്ടു. അവൾക്ക് ചില സത്യങ്ങൾ, അവൾ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളിലുള്ള പരിമിതികൾ ഒക്കെ വെളിപ്പെടുത്തി കൊടുത്ത് അവൾ കർത്താവിനെ വാസ്തവമായും അംഗീകരിക്കുവാനും തിരിച്ചറിയുവാനും അവൾ കർത്താവിൻ്റെ പാദത്തിൽ അവളുടെ ജീവിതത്തെ സമർപ്പിക്കുവാനും ഇടയായി. അവൾ ഓടിച്ചെന്ന് ആ പട്ടണത്തിലേക്ക് ചെന്ന് അവിടെ സാക്ഷ്യം പറയുന്നു. അനേകരവിടെ വന്ന് ഈ കർത്താവിനെയും കണ്ട് വിശ്വസിക്കുവാനിടയായ ചരിത്രമാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. ആ ശമര്യർ, അവർക്ക് യഹൂദന്മാരുമായി സമ്പർക്കമില്ലായിരുന്നു. യഹൂദനായ യേശു കർത്താവ് ഈ ശമര്യ പട്ടണത്തിലൂടെ കടക്കേണ്ടി വന്നു എന്നാണ് അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള ശമര്യർ, യഹൂദർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ലാതിരുന്ന ആ കാലത്ത് യഹൂദനായ യേശു കർത്താവ് ശമര്യരോടുകൂടെ വന്ന് പാർക്കണമെന്ന് ഈ ശമര്യർ അവനോട് ആവശ്യപ്പെടുകയാണ്. അതാണ് നമ്മൾ 40-ാം വാക്യത്തിൽ വായിച്ചത്. അങ്ങനെ ശമര്യർ അവൻ്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. യേശു കർത്താവിനെ വാസ്തവമായും കണ്ടുമുട്ടി ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ച ആ ശമര്യ സ്ത്രീ നിമിത്തമായിട്ട് ആ പട്ടണം മുഴുവനും യേശു കർത്താവിങ്കിലേക്ക് കടന്നു വരുവാൻ, യേശു കർത്താവിൽ വിശ്വസിക്കുവാൻ മുഖാന്തരമായി തീർന്ന ഒരു സംഭവം. രണ്ടാമത് നമ്മൾ വായിച്ച ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നാം വായിച്ചത്, അവിടെ ഗലീലയ്ക്ക് നേരെയുള്ള ഗരസേന്യ ദേശത്തേക്ക് കർത്താവ് ചെന്നിട്ട് അവിടെ കല്ലറകളിൽ പാർത്തുകൊണ്ടിരുന്ന, വസ്ത്രം ധരിക്കാതിരുന്ന, തന്നെത്താൻ ചതച്ചും വിലങ്ങുകൊണ്ട് ബന്ധിച്ചുമൊക്കെ സൂക്ഷിച്ചിരുന്ന കാത്തിരുന്ന ഒരു ഭൂതം ബാധിച്ച മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു. അവന് സൗഖ്യം വന്നു. അത് അനേകർ കണ്ടു വിശ്വസിച്ചു എന്നാണ് അതിൻ്റെ 36-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഭൂതഗ്രസ്തന് സൗഖ്യം വന്നത് എങ്ങനെയെന്ന് കണ്ടവരോട് അറിയിച്ചു. അനേകർക്ക് അതൊരു സാക്ഷ്യമായി തീർന്നു. എന്നാൽ ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യനെയും സൗഖ്യം നൽകിയ കർത്താവിനെയും കണ്ടപ്പോൾ ഈ ദേശത്ത് നിന്ന് കടന്നു വന്ന മനുഷ്യർ പറയുന്ന വാക്കുകളാണ് 37-ാം വാക്യത്തിൽ. ഗരസേന്യ ദേശത്തിലെ ജനസമൂഹമെല്ലാം ഭയപരവശരായി തങ്ങളെ വിട്ടുപോകണം എന്നവനോട് അപേക്ഷിച്ചു. യേശു കർത്താവ് ചെയ്ത ഈ വലിയ പ്രവൃത്തി, യേശു കർത്താവിൻ്റെ വാക്കിനാൽ രൂപാന്തരം വന്ന മനുഷ്യനെ കണ്ടപ്പോൾ അവർക്ക് ഭയമുണ്ടായി. യേശു കർത്താവ് അവിടെ നിന്ന് വിട്ടുപോകണമെന്ന് അവർ അവനോട് ആവശ്യപ്പെടുന്നു. രണ്ട് സ്ഥലത്തും കർത്താവിനാൽ രൂപാന്തരം വന്ന ജീവിതങ്ങളെയാണ് നാം കാണുന്നത്. എന്നാൽ ആ ജീവിതങ്ങളുടെ മുൻപാകെ അവിടെയുള്ള ജനസമൂഹത്തിൻ്റെ പ്രതികരണം 2 വ്യത്യസ്ത രീതികളിലായിരുന്നു. ഒരു ഭാഗത്ത് കർത്താവിനെ അവരോടുകൂടെ പാർക്കുവാനായി ക്ഷണിക്കുന്ന ഒരു ജനസമൂഹം, മറ്റ് സ്ഥലത്ത് കർത്താവ് അവരിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്ന ജനസമൂഹം. ഇന്നും നമുക്കിത് തന്നെ നമ്മുടെ സമൂഹത്തിൽ കാണുവാനിടയാകും. യേശു കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുകയും ജീവിതത്തിന് രൂപാന്തരം വരുത്തുകയും ജീവിതത്തിൽ ഒരു വേറിട്ട വഴിയിലേക്ക് സഞ്ചരിക്കുവാനിടയാകുകയും ചെയ്യുന്ന ആ കാലത്തിൽ
കർത്താവിനോടുള്ള നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? കർത്താവെ, നീ എന്നോടുകൂടെ വന്ന് പാർക്കുമോ? നീ എൻ്റെ ഉള്ളിൽ വസിക്കുമോ? ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കും എന്നുള്ള സമർപ്പണം ആ ശമര്യക്കാർ ചെയ്തതുപോലെയുള്ള സമർപ്പണമാണോ നമുക്കുള്ളത്? അതോ ഗെരസേന്യ ദേശത്ത് ഞങ്ങളെ വിട്ടുപോകണം, ഞങ്ങൾക്കിനി ഈ രൂപാന്തരവും ഈ മാനസാന്തരവും ഈ രക്ഷയും ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ നിരസിച്ച് കളയുന്നവരുടെ കൂട്ടത്തിലാണോ നാം ഉള്ളത്? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ക്രിയാത്മകമായി കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം കർത്താവിനോട് പ്രതികരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.